സാർ, നമ്മളിന്ന് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ നമുക്ക് കാണുന്നത് 26,000-ൻ്റെ ഒരു താഴെ തന്നെയുള്ള ഒരു ട്രേഡിംഗ് ആണ് ഇപ്പോഴും തുടരുന്നത്. 25,950 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. 41 പോയിൻ്റ് നേട്ടമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50-യിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ, ഒപ്പം താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? വിഷ്ണു, നിഫ്റ്റി 50യുടെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഇന്ന് നമുക്ക് ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കണമെങ്കിൽ 26,100 പോയിന്റിന്റെ റെസിസ്റ്റൻസ് നിഫ്റ്റി 50 ബ്രേക്ക് ചെയ്യണം. നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ ഇന്ന് കാണുന്ന ഏകദേശം 300-ലധികം പോയിന്റിൻ്റെ ഒരു നേട്ടം, ഇപ്പോൾ 400-ലധികം പോയിന്റ് നേട്ടമായിട്ടുണ്ട്. 58,921 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകളും, ഒപ്പം ബാങ്ക് നിഫ്റ്റിയിൽ താങ്കളുടെ മുന്നോട്ടുള്ള ഒരു പ്രതീക്ഷയും എന്താണ്? വിഷ്ണു, നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു പുതിയ ഓൾ ടൈം ഹൈ ലെവല്, ഒരു വീക്ക്നെസ്സും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മൈ എക്സ്പെക്ടേഷൻ ഇസ് ദാറ്റ് ഈ ആഴ്ച തന്നെ നമുക്ക് ഈ ലെവലിൽ നിന്നും ചുരുങ്ങിയത് ഒരു 300 മുതൽ 400 പോയിന്റ് നേട്ടം കൂടി പ്രതീക്ഷിക്കാം. സാർ, ഇന്നത്തെ ഒരു ഇൻഡെക്സുകളുടെ പെർഫോമൻസുകളൊക്കെ നോക്കുമ്പോൾ ഏറ്റവും മികച്ച ഒരു രീതിയിൽ ട്രേഡ് ചെയ്യുന്നത് PSU ബാങ്ക് ഇൻഡെക്സ് ആണ്. 1.56% നേട്ടമാണ് PSU ബാങ്ക് ഇൻഡെക്സിലുള്ളത്. 8,531 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നത്. ഈ ഒരു സൂചികൾ താങ്കളുടെ എക്സ്പെക്റ്റേഷനും, ഒപ്പം താങ്കൾ വാച്ച് ചെയ്യുന്ന ഏതെങ്കിലും PSU ബാങ്കിങ് ഓഹരികൾ ഇപ്പോൾ നിലവിലുണ്ടോ? വിഷ്ണു, PSU ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ അപേക്ഷിച്ച് നമുക്ക് ഓഗസ്റ്റ് മാസത്തിന് ശേഷം ഔട്ട് പെർഫോമൻസ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് കറന്റ് ലെവൽസിൽ നിന്നും നമുക്ക് ഇനിയും ചുരുങ്ങിയത് ഒരു 3 മുതൽ 4% നേട്ടം ഈ ഒരു ഇൻഡെക്സിന്റെ കേസിൽ പ്രതീക്ഷിക്കാം. നമ്മൾ ഒരു അല്പം എക്സ്ട്രാ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ നമ്മൾ സ്മോൾ PSU ബാങ്കിങ് സ്റ്റോക്സിലായിരിക്കും ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി ഫോക്കസ് കൊടുക്കേണ്ടത്. ഇതിൽ എടുത്തു പറയാനുള്ളത് ഇറ്റ് ഇസ് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്. പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരു 3% നേട്ടം നമുക്ക് നൽകിയിരിക്കുന്നത്. പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിന്റെ കേസിൽ 31.80 രൂപ ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ്. അതിനോടൊപ്പം തന്നെ നമുക്ക് ശ്രദ്ധിച്ചിരിക്കുന്ന മറ്റൊരു സ്റ്റോക്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. അതിന്റെ കേസിൽ മേജർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത് 42 രൂപയിലാണ്. സാറിന് മറ്റ് ഇൻഡെക്സിലോട്ട് വരുമ്പോൾ കഴിഞ്ഞൊരു വീക്കിൽ നമ്മൾ എടുക്കുമ്പോൾ എയുടെ ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കൂടി തന്നെ നമുക്ക് IT സൂചികയിൽ 3%-ലധികം ഒരു മുന്നേറ്റമായിരുന്നു കാണാൻ സാധിച്ചത്. അതിൽ ഇന്നത്തെ ട്രേഡിങ്ങിലോട്ട് വരുമ്പോൾ IT-യിൽ നമ്മൾ കാണുന്നത് ഒരു നേരിയ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. IT സൂചികയിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? വിഷ്ണു, നമ്മൾ ഈ മാർക്കറ്റ് പ്ലസ് ഫോറത്തിൽ ഓൾമോസ്റ്റ് കഴിഞ്ഞ ഒരു 6 ആഴ്ചകളായിട്ട് പ്രേക്ഷകരുടെ ശ്രദ്ധയിലോട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഇൻഡെക്സ് IT ഇൻഡെക്സ്. ബിക്കോസ് IT ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് കഴിഞ്ഞ ഒരു 4 ആഴ്ചകളായിട്ട് തന്നെ കാണാൻ ഏറ്റവും പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് വരുന്നതായിട്ട്. ഇറ്റ് വാസ് ഓൾവേസ് എ ഡാർക്ക് ഹോഴ്സ്. ആൻഡ് കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നമ്മൾ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. നമ്മൾ മാർക്കറ്റിൽ വരുന്ന ഈ AI പ്രോബ്ലം, ഓവർ വാല്യുവേഷൻ പ്രോബ്ലം, ബബിൾ പ്രോബ്ലം ഒക്കെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ഫോക്കസ് ചെയ്യുക. ഇതിൽ IT മേഖലയിൽ ചില സ്റ്റോക്സ് എടുത്തു പറയാനുള്ളത് ഇറ്റ് ഇസ് ടാറ്റ കൺസൾട്ടൻസി, അതുപോലെ തന്നെ കൊഫോജ്, HCL ടെക്നോളജി മുതലായ സ്റ്റോക്സിലൊക്കെ നല്ല ബുള്ളിഷ് സെറ്റ് പെർഫോം ചെയ്തു വരുന്നത്. IT ഇൻഡെക്സിന്റെ കേസിൽ ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ റെസിസ്റ്റൻസ് 36,520 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസിന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു അപ്വേർഡ് മൂവ്മെന്റ് ഈ ഇൻഡെക്സിൽ കാണാൻ സാധിക്കും. സാർ, ഇന്നത്തെ മിഡ് ക്യാപ്പ് ഓഹരികളുടെയൊക്കെ ഒരു പെർഫോമൻസ് നോക്കുമ്പോൾ ഇന്ന് മിഡ് ക്യാപ്പിൽ ഏറ്റവും കൂടുതൽ നേട്ടം രേഖപ്പെടുത്തുന്ന ഓഹരികളിലൊന്ന് RVNL ആണ്. RVNL സംബന്ധിച്ച് 3.46% നേട്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിലവിൽ 332 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ RVNL ട്രേഡിംഗ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു മന്ത്ലി പെർഫോമൻസ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു ലോങ് ടൈം ട്രെൻഡിലൊരു ബെയറിഷ് ആയിട്ടുള്ളൊരു ട്രെൻഡിലായിരുന്നു ഇപ്പോൾ ട്രേഡിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. താങ്കളുടെ ഒരു ടേക്ക് ഇപ്പോൾ RVNL എന്താണ്? വിഷ്ണു, നമ്മൾ RVNL മാത്രമല്ല, നമ്മൾ ഓൾമോസ്റ്റ് ഏത് റെയിൽവേ സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാലും അതിന്റെ ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. നമുക്ക് ഇന്ന് RVNL ഒപ്പം തന്നെ നമുക്ക് വേറെ പല റെയിൽവേ സ്റ്റോക്സിലും നമുക്കൊരു ഗെയിൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് ആ ഒരു നേട്ടത്തിനെ തുടർന്ന് ഒരു വിധത്തിലും ആ ട്രെൻഡ് റിവേഴ്സൽ നടന്നിട്ടില്ല. RVNLന്റെ കേസിൽ 2 മേജർ റെസിസ്റ്റൻസ്, ആദ്യത്തെ 340, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 362. ഈ 2 റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കത്തുള്ളൂ. ഇനി സ്മോൾ ക്യാപ്പിലോട്ട് വരുമ്പോൾ ഇന്ന് ഏറ്റവും മുന്നേറ്റം രേഖപ്പെടുന്ന ഒരു ഓഹരിയായി മാറിയിരിക്കുന്നത് നാരായണ ഹൃദയാലയമാണ്. ഏതായാലും
ഓഹരിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ കമ്പനിയെ സംബന്ധിച്ച് പാദഫലം വന്നപ്പോഴും ലാഭത്തിലും വരുമാനത്തിലൊക്കെ ഒരു നേട്ടമായിരുന്നു രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. ഇന്നത്തെ ഒരു ട്രേഡിംഗ് എടുക്കുമ്പോൾ 9% ഒരു കുതിപ്പാണ് ഈ ഒരു മണിക്കൂറിൽ ഇപ്പോൾ ഈ ഒരു ഓഹരി രേഖപ്പെടുത്തുന്നത്. ഓൾ ടൈം ഹൈ ആയിട്ട് ഓഹരി രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ജൂണിലായിരുന്നു. അതിനുശേഷം പിന്നീട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ ഈ ഒരു ഓഹരിയിൽ കണ്ടിരുന്നു. ഇപ്പോൾ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഈ ഒരു ഓഹരിയിൽ എന്താണ്? നാരായണ ഹൃദയാലയുടെ കേസിൽ നമുക്ക് ഒത്തിരി ആഴ്ചകളായിട്ട് നമുക്ക് ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു കാണാൻ സാധിച്ചത്. ഈ സ്റ്റോക്കിന് വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് 1680 രൂപയിലുണ്ട്. ഇപ്പോൾ ഇന്ന് നമ്മൾ കണ്ടിരിക്കുന്ന ഒരു വലിയ നേട്ടത്തിന് തുടർന്ന് നമുക്കൊരു ബ്രേക്ക് ഔട്ടാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സോ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. സാറിന് ഈ ഗ്ലെൻമാർക്കിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ഗ്ലെൻമാർക്കിനെ സംബന്ധിച്ച് നമ്മൾ ഇന്നത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഇപ്പോൾ കാണുന്നത് ഓഹരി 1.14% നേട്ടമാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഓഹരിയെ സംബന്ധിച്ച് നമ്മളൊരു ജൂണിന് ശേഷമുള്ള ഒരു റിട്ടേൺ നോക്കുമ്പോൾ 40% നേട്ടം നൽകിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും പാദഫലങ്ങൾ കൂടി ഓഹരിയെ സംബന്ധിച്ച് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ ഒരു ഗ്ലെൻമാർക്കിൽ താങ്കളുടെ ഒരു നിലപാട് ഇപ്പോൾ എന്താണ്? വിഷ്ണു, ഒരു ഡിസ്ക്ലോഷർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. എനിക്ക് ഓൾറെഡി ഒരു ട്രേഡിംഗ് പൊസിഷൻ ഗ്ലെൻമാർക്കിലുണ്ട്. ഗ്ലെൻമാർക്കിന്റെ കഴിഞ്ഞ 3 ആഴ്ചത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഒരു കൺസോൾട്ടേഷനാണ് കാണുന്നത്. ലോങ് ടേം ട്രെൻഡ് ഇസ് ഓൾറെഡി ബുള്ളിഷ്, ഷോർട്ട് ടേം സൈഡ്വേസ് ആയി തുടരുന്നു. ഇന്ന് ഓപ്പണിംഗ് നിമിഷങ്ങളിൽ തന്നെ നമുക്ക് ഗ്ലെൻമാർക്കിന്റെ കേസിൽ ഒത്തിരി വോളറ്റിലിറ്റിയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ബട്ട് നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ നമുക്കൊരു പൊസിഷൻ ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കും. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നത് ആദ്യത്തെ 1980, അതിനുശേഷം 2010, അതിനുശേഷം 2060. സാർ, അവസാനമായി നമുക്ക് അറിയേണ്ട ഒരു ഓഹരി SKF ഇന്ത്യ ലിമിറ്റഡ് ആണ്. 4% ഒരു നേട്ടം ഇന്നത്തെ ഒരു ട്രേഡിങ്ങിൽ ഓഹരി കാഴ്ചവെക്കുന്നുണ്ട്. 2133 എന്നൊരു പ്രൈസിലാണ് ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. പാദഫലം നമ്മൾ നോക്കുമ്പോൾ വരുമാനത്തിൽ 5.2% ഉയർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലാഭം 12% ഉയർച്ചയുമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. SKF ഇന്ത്യയിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? SKF ഇന്ത്യയുടെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയർഷും ലോങ് ടേം ട്രെൻഡ് സൈഡ്വേസുമായി തുടരുന്നു. കമ്പനിയുടെ പൊസിഷൻ, സ്റ്റോക്കിലെ പൊസിഷൻ ഉണ്ടെങ്കിൽ 2020 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണുന്നില്ല. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ ഷോർട്ട് ടേമിൽ കാണണമെങ്കിൽ 2220 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. താങ്ക് യു സാർ, ഇത്രയും അപ്ഡേറ്റ്സ് പ്രേക്ഷകർക്കായി പങ്കുവച്ചതിന്. താങ്ക് യു വിഷ്ണു.